ഐയുടെ സാധ്യതകളെ പറ്റി പറയുമ്പോഴേ ഇപ്പൊ പലപ്പോഴും നമ്മൾ സിനിമയിലൊക്കെ എ ഐ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം രേഖാചിത്രം എന്നുള്ള സിനിമയിൽ മമ്മൂക്കേനെ എ ഐ ചെയ്തിട്ട് വളരെ കൺവിൻസിംഗ് ആയിട്ട് കാണിക്കുകയും ചെയ്തു. എന്നാൽ അതിനപ്പുറത്ത് ഇപ്പം ഇന്ത്യൻ ടൂവിലൊക്കെ നെടുപിടി എ ഐ ചെയ്തത് അത്ര നന്നായി ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വിജയുടെ ഗോട്ടിൽ വിജയുടെ ചെറുപ്പകാലം ചെയ്യുന്ന സമയത്തൊക്കെ എ ഐയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഡി ഏജിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എങ്ങനെയാ എ ഐ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണമാണോ സമയമാണോ എന്താ ഒരു അതിന്റെ ഔട്ട് നന്നാക്കുന്നത്? ഇത് കറക്റ്റ് ആയിട്ട് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പൊ രേഖാചിത്രത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാല് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആർട്ടിസ്റ്റ്, അതായത് മമ്മൂക്കയായിട്ട് ഭയങ്കര സിമിലർ ആണ്. അപ്പോ ഇപ്പം മമ്മൂക്കയുടെ ആ ഒരു പ്രായത്തിലുള്ള ഡാറ്റാസ് വെച്ചിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ എക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. അതായത് ഇത്രയും സിമിലർ ആണ് പുള്ളിയുടെ ഫേസ് ആൾറെഡി. അപ്പൊ ഐ തിങ്ക് പുള്ളിനെ എത്രയും മാസം ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല വളരെ ഗ്ലിംപിസ് മാത്രമേ കാണിക്കുന്നുള്ളൂ, ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അതില് നമുക്ക് ഡീപ് ഫേക്ക് എന്നുള്ള പ്രോസസ്സാണ് അതിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് ടൂൾസ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ബ്രോഡ് വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ബ്രോഡ് എക്സാക്ട്ലി ഒരാളെ വെച്ചിട്ട് അതിൽ ബ്രോഡ് ഫേസ് കൊടുത്തതിന് എക്സാക്ട്ലി സാധനം കയറും. പക്ഷെ നമുക്കത് ഒരുപാട് നേരം കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കുറവാണ്. അതായത് വോക്ക് ചെയ്ത് അങ്ങ് പോകുന്നു, അപ്പൊ പൊട്ടിപ്പോകും. ഡിസ്ഫിഗർമെന്റ് വരാൻ ചാൻസസ് കൂടുതലാണ്. പക്ഷെ ഇതിന്റെ തന്നെ പോർഷൻ നമ്മളെ പേജിൽ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് നമ്മൾ. അത് മാത്രമല്ല, നമ്മളിപ്പോ ഒരു ഫസ്റ്റ് ചെയ്ത പ്രോജക്റ്റ് ഉണ്ട്, പെരുന്നാൾ എന്ന് പറഞ്ഞിട്ട് ടോമി മാട്ടിയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പൊ അതില് നമ്മൾ സ്റ്റോറി ബോർഡ് ചെയ്തിരിക്കുന്ന വോൾ ഡീഫേക്ക് ഇല്ല. അതാണ് നമ്മുടെ മൂവിയിലെ ആദ്യത്തെ പ്രോജക്റ്റ്. അതാണ് എ ഐയുടെ സാധ്യതകളെ. ഇപ്പൊ ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ഏകദേശം തീരുമാനമായി എ ഐ പഠിക്കാത്ത ആളുകൾക്ക് വർക്ക്. ഇതിപ്പോ എല്ലാ ഫീൽഡിലും എ ഐ വന്നിട്ട് നമ്മൾ എ ഐയിലേക്ക് എത്തുക എന്നുള്ള, അല്ലെങ്കിൽ പലരുടെയും ജോലി സാധ്യത പ്രശ്നത്തിലാവുന്ന ഒരു ഘട്ടമുണ്ടോ? എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാര്യം ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ DG ആർട്ടിസ്റ്റ് ആയിരുന്നു, പിന്നെ ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പം എന്റെ കാര്യം തന്നെ അറിയാം, ഇപ്പം പറഞ്ഞല്ലോ. അപ്പം ഞാൻ കണ്ടതിൽ വെച്ച് ഇനി അപ്ഡേറ്റ് ചെയ്യണം എല്ലാവരും, എന്നാലേ ഫ്യൂച്ചറിൽ നിൽക്കാൻ പറ്റുമെന്നാണ്. അങ്ങനെ പറ്റുള്ളൂ സത്യം പറഞ്ഞു. കാരണം ഈ ഒരു ടൈമിൽ അപ്സ്കിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജോലി പോകുന്ന 100%. അത് മാത്രമല്ല, കറന്റ് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും പേഴ്സണലി VFX ആർട്ടിസ്റ്റും AI ആർട്ടിസ്റ്റും തമ്മിലുള്ള ഒരു എന്ത് പറയാ ഫൈറ്റ് ഉണ്ട്. അതായത് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു VFX ആർട്ടിസ്റ്റ് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ പുള്ളിക്കാരൻ ചിലപ്പോൾ VFX ആർട്ടിസ്റ്റിന് ഒരു മാസം എടുക്കും ഒരു വർക്ക് ചെയ്യാൻ. ഒരു ഔട്ട് ഇറക്കാൻ വേണ്ടിട്ട് 1, 2, 3 മാസമൊക്കെ എടുക്കും. അറ്റ് ദ സെയിം ടൈം നമുക്ക് എയിൽ കിട്ടുന്ന ഔട്ട് എന്ന് പറഞ്ഞാൽ വിത്തിൻ 1 day or 2 days കിട്ടും. അപ്പോൾ റീച്ച് എന്നുള്ള സംഭവം ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ, അവരിടുന്ന സാധനത്തിന് റീച്ച് ഇല്ല, നമ്മളിടുന്ന സാധനത്തിന് റീച്ച് ഉണ്ട്. അപ്പൊ ഇത് അവരെ കോപ്പി അടിച്ചതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്ലാഷസ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ VFX ആർട്ടിസ്റ്റ് ആയാലും കുറച്ച് നാൾ കഴിയുമ്പോൾ അപ്ഡേറ്റ് ആവണം, എന്നാൽ മാത്രമേ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സാധിക്കൂ. കാരണം ഇതിപ്പം ഈ ഒരു സെക്ടർ മാത്രമല്ല, എല്ലായിടത്തും എയുടെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഇവൻ തന്നെ ഒരു മോഡലിന്റെ കേസ് തന്നെ ആയാലും ഇപ്പം ബ്രോ ഇപ്പം നിന്നുകൊണ്ട് തന്നെ ബ്രോയ്ക്ക് ഒരു എന്താ പറയാ ഒരു എ മോഡലായിട്ട് വരാൻ കാര്യങ്ങൾ അങ്ങനെ ഫ്യൂച്ചർ മാറിയേക്കാം. ഓക്കെ, ഈവൻ അഡ്വർടൈസ്മെന്റ്സിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം വെച്ചാൽ മോഡൽസിനെയൊക്കെ അത്രയും വലിയൊരു ബഡ്ജറ്റ് കൊണ്ട് ഇറക്കിയിരുന്ന ഒരു സ്ഥലത്ത് നമ്മൾ വളരെ എന്താ പറയാ നോർമൽ ബഡ്ജറ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്കിൽ ചെയ്യുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിന്ന് മാറിപ്പോകും. കാരണം വെച്ചാൽ സ്കില്ല് അപ്ഡേറ്റ് ചെയ്ത ആൾക്കാർ അവിടെ റീപ്ലേസ്ഡ് ആവും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. എഐയുടെ ഒരു അപകടം ആയിട്ടൊക്കെ പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ രശ്മിക മന്ദാനയുടെ ഒരു വീഡിയോ, വേറൊരു ലേഡിയുടെ ഒരു UK ബേസ്ഡ് ഇന്ത്യൻ ആണ് അവര്. അപ്പോൾ അവരുടെ വീഡിയോ ആണ് ആക്ച്വലി അത്. പക്ഷേ നമ്മുടെ രശ്മിക മന്ദാനയുടെ ഫേസ് വെച്ച് ഡീപ് ഫേക്ക് ചെയ്ത് ഒരുപാട് പേര് അത് ശരിയാണെന്ന് വിചാരിക്കുക പോലും ചെയ്തു. നാഷണൽ മാധ്യമങ്ങൾ വരെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ആണ് അത് ഡീപ് ഫേക്ക് ആണെന്നും ഒക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഇനി അങ്ങോട്ടേക്ക് മോശമായിട്ട് ഉപയോഗിച്ച ഒരു ത്രെട്ട് തന്നെയാണോ? അല്ല, എന്തൊരു സാധനമാണെങ്കിലും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റാ. സ്മാർട്ട് ഫോൺ ആണെങ്കിലും അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കണമല്ലോ. അപ്പോൾ വൈഡായിട്ട് എല്ലാവർക്കും AI അവൈലബിൾ ആണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പഠിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. AI വരുമ്പോൾ അത് നല്ല രീതിയിലും മോശമായിട്ടും ഉപയോഗിക്കും. ബ്രോ നേരത്തെ പറഞ്ഞു രേഖാചിത്രം, അതേപോലെ ബ്രോ പറഞ്ഞ പോലെ മരിച്ച ഒരാളെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുന്നത് 25 വർഷം മുന്നുള്ള ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രസന്റിൽ അയാളെ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്, എന്തൊരു സാധനമാണെങ്കിലും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് വരേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളെയൊക്കെ നമ്മളത് ട്രെയിൻ പഠിപ്പിക്കണം എന്താണ് കറക്റ്റ്. സ്റ്റോപ്പ് ആവത്തില്ല ഒരിക്കലും. സ്റ്റോപ്പ് ആയി ഇത് ഈ പറഞ്ഞ പോലെ മോശം രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും, നല്ല രീതിക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് ഈ മോശം രീതിയിലെ വോക്കിന്റെ എൻക്വയറീസ് നമുക്ക് കിട്ടാറുണ്ട്.
ഓ ഞാൻ ഇപ്പൊ റീസെന്റ് ഇത് മോർണിംഗ് കൂടി ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഓ ഓ അതായത് പല രീതിയിലുള്ള അത് നിങ്ങൾ ഇത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യുന്നത് നിങ്ങളോട്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്പർ ഉണ്ടല്ലോ, കോൺടാക്ട് നമ്പർ ഉണ്ട്. അപ്പൊ അത് കോൺടാക്ട് നമ്പർ എടുത്തിട്ട് ഫുൾ കഥ പറയും. എന്നിട്ട് ലാസ്റ്റ് ആണ് പറയുന്നത് ഇന്ന സാധനമാണെന്ന് പറയുന്നത്. ഓക്കെ. ചിലപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സംഭവമായിരിക്കാം, ചിലപ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ത്രെറ്റ് വരുന്ന സംഭവമായിരിക്കാം. സ്വാഭാവികമാണ്. ഓക്കെ ഓക്കെ. പിന്നെ ഇത് നമ്മൾ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എസ്പെഷ്യലി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇതിന്റെ ഒരു മിസ്യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ റെസ്പോൺസിബിൾ അല്ല. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ നോക്കിയാലും നമുക്ക് ഈസിലി പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത്യാവശ്യം ഒരു ഹൈ എൻഡ് PC ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാം, ഈവൻ വീഡിയോസ് വരെ ചെയ്യാം. പക്ഷെ ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു ഫേസ് അത് നമ്മൾ കാരണം വെച്ചാൽ ഓൾറെഡി കുറച്ച് റെക്കഗ്നൈസ് ആയി നമ്മളൊരു വർക്ക് ചെയ്ത്. ഓക്കെ, അപ്പോൾ നമ്മളത് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇതിന് മോശമായിട്ടൊരു പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു വലിയ കമ്മ്യൂണിറ്റി തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ടൂൾസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിന്റെ സാങ്കേതിക വിദ്യകളെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടൊരു വൈഡ് ഓപ്പർച്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ തന്നെ. കാരണം കോഴ്സിലേക്ക് കയറുമ്പോൾ നിങ്ങൾ വെറുതെ വന്ന് പൈസ കൊടുത്ത് കയറുക എന്നുള്ള കൺസെപ്റ്റ് അല്ല. നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചിട്ട് വന്ന് നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യും, അതിനുശേഷം നിങ്ങൾ പേ ചെയ്ത് പഠിച്ചോളൂ എന്നുള്ള രീതിയിലാണ്. അത് മാത്രമല്ല ഇപ്പൊ നമ്മൾ സുരഭിജിയുടെ സംഭവം ചെയ്യുന്ന സുരഭിജിനെ അറിയാം. അപ്പൊ അതല്ലാതെ നമ്മളിപ്പോ ഒരു ആക്ടറിന്റെ അടുത്ത് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ നമ്മൾ അത് ചെയ്തതിനു ശേഷം അവരൊരു കോപ്പി റൈറ്റോ എന്തെങ്കിലും ലീഗൽ ഫയൽ ഷൂട്ട് ഫയൽ ചെയ്താൽ നമ്മൾ അതിന്റെ പിറകെ നടക്കേണ്ടി വരും. അപ്പൊ അവിടെ ചോദിക്കുന്നത് എന്തിനാ അവരെ ഫേസ് യൂസ് ചെയ്തേ? അപ്പൊ അതിന് റിപ്ലൈ ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പൊ ഫണ്ണി ആയിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പൊ വളരെ എക്സ്ട്രീം ആയിട്ട് ഇപ്പൊ അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വരാം. ഈ കുട്ടികളുടെ ഒരു കാര്യം ചെയ്താണ്, കൈവിരലുകൾക്ക് മുകളിൽ ഇരിക്കുന്ന കുട്ടികൾ, അതായത് ബേസിലിന്റെ, സൗബിന്റെ, ലാലേട്ടൻ, കലാഭവൻ മണിച്ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് ബാക്കിലൊരു വെള്ളച്ചാട്ടവും, അത് ഭയങ്കര വൈറലായിരുന്നു. അത് എല്ലാവരും അടുത്ത് ഷെയർ ചെയ്യും, അതില് സെലിബ്രിറ്റീസ് തന്നെ കമന്റ് ചെയ്യുകയൊക്കെ ചെയ്തൊരു റീലാണ്. ഇപ്പൊ എനിക്കൊന്ന് 6.7 മില്യണോ അറൗണ്ട് അത്ര റീച്ച് ആയിട്ടുണ്ട്. എത്ര സമയം എടുത്തു ആ റീല് ഔട്ട് വരാൻ വേണ്ടിട്ട്? എങ്ങനെയാ അതിന്റെ ആ കൺസെപ്റ്റ് കിട്ടിയത്? ഇതിന്റെ ഒരു ഫണ്ണി പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വീഡിയോയും ചെയ്യുന്ന വൺ ഡേ ഉണ്ടാവും. നമ്മൾ വൺ ഡേ ഉണ്ട്, മോർണിംഗ് ഇരിക്കും, വിളിക്കും. ഇവരിപ്പം ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരിക്കും ഞാൻ സ്റ്റാർട്ടിങ് രാവിലെ ഒട്ടുമിക്ക മുമ്പായിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് 1 വീക്കിന് മുകളിലൊക്കെ ടൈം എടുക്കും. ഇത് രാവിലെ വിളിക്കും. പ്രാക്ടീസ് ആയപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. കാരണം ഇപ്പോൾ നമ്മൾ മൂവിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ബേസിലുണ്ട്. ഈ പറഞ്ഞ ഒട്ടുമിക്ക ആക്ടേഴ്സിന്റെ ക്യാരക്ടറിന് ഓൾറെഡി ട്രെയിൻഡ് ഡേറ്റ കയ്യിലുണ്ട്. അപ്പോൾ അവർക്ക് കോസ്റ്റ്യൂംസ് ചെയ്യാനും ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഡേറ്റ ഉണ്ടായതുകൊണ്ട് എളുപ്പമാണ്. പിന്നെ നമുക്ക് വൺ ഡേ അത് രാവിലെ മോർണിംഗ് ഇരുന്നു. കാരണം എത്ര 5-6 ആക്ടേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. കലാമണി ചേട്ടൻ്റെ ഒക്കെ പാടായിരുന്നു കിട്ടാൻ വേണ്ടിട്ട്. ഇന്നസെന്റിന്റെ പിന്നെ ഔട്ട് ഉണ്ടായിരുന്നു. പിന്നെ ചെയ്തിട്ട് മോർണിംഗ് ഇരുന്ന് തീർത്തതാ. ഈവനിങ് ആയപ്പോ മാറ്റി വെക്കാന്ന് വെച്ചാൽ നമുക്ക് പോസിബിൾ. കാരണം വെച്ചാൽ രാവിലെ പുള്ളിക്ക് തോന്നുന്ന സംഭവമായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും, ബ്രോ എന്ത് തോന്നുന്നു, പൊളി ബ്രോ സെറ്റ് ചെയ്യാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഇടയിൽ എന്ന് വെച്ചാൽ ടീമിനിടയിൽ നോ എന്ന് പറഞ്ഞ ഒരു ടേമിനോട് പ്രയോറിറ്റി ഇല്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള സംഭവം. ഇപ്പൊ എല്ലാരും പടപട ഓരോ കോൺസെപ്റ്റ് വിടുകയാണ്. അപ്പൊ അതിനുള്ളിൽ തന്നെ നമ്മൾ സാധനം ഇറക്കിയില്ലെങ്കിൽ പോയി. അങ്ങനെ കുറെ പോയിട്ടുണ്ട്. നമ്മൾ അവതാറിന്റെ ഒക്കെ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത് മിസ്സായിട്ടുണ്ട്. വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഈ ഡ്രാഗൺ കുഞ്ഞിനെ പിന്നെ തിരിച്ചുകൊണ്ടുവന്നിട്ട് പറത്തി വിടുന്ന വീഡിയോ, അതാരുടെ ഐഡിയ? ഇത് ഇങ്ങനെയുള്ള ക്രിയേറ്റീവ്സ് നോർമലി അഖിലിന്റെ ഇത് കാരണം വെച്ചാൽ 24 hours ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു എഞ്ചിനാണ്. സത്യം പറഞ്ഞാൽ 2023 തൊട്ട് ഡെയിലി കോണ്ടന്റ് ഇങ്ങനെ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ വീക്കിലി ഒരു 1 million കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തൊരു പ്രശ്നം എന്നുള്ള രീതിയിലാണ്. സഫാന് വർക്ക് കൊടുത്തിരിക്കുകയാണ്. ആട് 3 ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അതില് തിരക്കാണ്. അപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിലെ കോണ്ടന്റ്സ് ഇതിന്റെ കൂടെ തന്നെ പൊക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് താരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോൾ മനസ്സിൽ തോന്നിയൊരു കോൺസെപ്റ്റാണ് അത്. പിന്നെ വേറെ ആൾക്കാരൊക്കെ ചെയ്തു തുടങ്ങി. ആ ഒരു കോൺസെപ്റ്റ് ഇട്ട് ഷെയർ ചെയ്ത് ഒരുപാട് അങ്ങ് കയറി പോയായിരുന്നു.